ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നടത്താനിരിക്കുന്ന പ്രിൻസിപ്പൽ കൗൺസിലർ എക്സാമിലേക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. So let us look at what the question is all about. സൈക്കോളജിക്കൽ സ്കെയിൽസിനെ കുറിച്ചാണ് ഈ ഒരു ചോദ്യം. അപ്പൊ ചോദ്യം ഇതാണ്: when a psychological scale has the property of dash. അപ്പൊ 4 പ്രോപ്പർട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതില് ഏത് പ്രോപ്പർട്ടി ഉള്ളപ്പോഴാണ് the relationship between the measured units and some outcome can be described by a straight line. ഓക്കെ, അപ്പോൾ എന്താണ് ശരിക്കും ഈ ഒരു ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത്? സൈക്കോളജിക്കൽ മെഷർമെന്റ് സ്കെയിൽസിനെ കുറിച്ചുള്ള ചോദ്യം തന്നെയാണ്. ഈ ഒരു സ്ലൈഡിലൊന്ന് നോക്കിയേ. നമുക്ക് 4 ഡിഫറെന്റ് സ്കെയിൽസ് ഉണ്ട്. ഒന്ന് നോമിനൽ സ്കെയിൽ എന്ന് പറയും. ഇപ്പൊ നോമിനൽ സ്കെയിലിൽ ബേസിക്കലി സംഭവിക്കുന്നത് എന്താണ്? ഡേറ്റയെ കാറ്റഗറൈസ് ചെയ്യുന്നത്, പക്ഷേ ഒരു പ്രത്യേകിച്ച് ഒരു ഓർഡർ ഇല്ല. ഫോർ എക്സാമ്പിൾ ജെൻഡർ ആകാം, ബ്ലഡ് ടൈപ്പ് ആകാം, അങ്ങനെയൊക്കെ ഉള്ളത്. ഇനി മറ്റൊന്ന് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയും. അപ്പൊ ഓർഡിനൽ സ്കെയിൽ എന്താ? ഓർഡർ അല്ലെങ്കിൽ റാങ്കിങ് ഇൻ ഓർഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഈ റാങ്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് തുല്യമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന് ഇന്റർവെൽ സ്കെയിലാണ്. അപ്പൊ ഇന്റർവെൽ സ്കെയിൽ എന്താ പറയുന്നത്? ഇന്റർവെൽ സ്കെയിലിൽ പറയുന്നത് ഈക്വൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാ പറയുന്നത് ബിറ്റ്വീൻ വാല്യൂസ്. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇന്റർവെൽ സ്കെയിൽ 1.4, 1.6, 1.8, 2, 2.2 അങ്ങനെ പോകുന്നു അല്ലെ. അപ്പോ ഒരു 0.2ന്റെ ഡിഫറൻസ് ഈക്വൽ ആയിട്ട് എല്ലാ ഇന്റർവെൽസിലും അവിടെയുണ്ട്. ഇനി മറ്റൊന്ന് റേഷ്യോ സ്കെയിലാണ്. റേഷ്യോ സ്കെയിൽ എന്ന് പറയുമ്പോൾ അവിടെയും ഈക്വൽ ഇന്റർവെൽസ് തന്നെയാണുള്ളത്, ആൻഡ് അതിന് ഒരു ട്രൂ 0 പോയിന്റ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? റേഷ്യോസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ എന്തിന്റെങ്കിലും ഒന്നിന്റെ റിയാക്ഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യണം, ഇറ്റ് ഇസ് പോസിബിൾ എന്നുള്ളതാണ് ഇവിടെ. അപ്പോ ഗോയിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ചോദിക്കുന്നത് ഏത് പ്രോപ്പർട്ടി ഉള്ളപ്പോഴാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെഷേർഡ് യൂണിറ്റ്സ് ആൻഡ് സം ഔട്ട്കം ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ഇന്റർവെൽസ് അല്ലേ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈക്കോളജിക്കൽ മെഷർമെന്റ് സ്കെയിൽ ശരിക്കും എന്താ ചെയ്യുന്നത്? ഒരു ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കുകയാണ് സൈക്കോളജിക്കൽ ട്രെയ്റ്റ്സിന്. അപ്പൊ എന്തൊക്കെയാണ് ഈ സൈക്കോളജിക്കൽ ട്രെയ്റ്റ്സ്? ഇന്റലിജൻസ്, പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്സ്, ഇതൊക്കെയാണ് ഡിഫറെന്റ് സൈക്കോളജിക്കൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ.